ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അല്ല ചാനല്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇടുക്കി. ഓക്കെ, നമ്മള് മൂന്നാറില് അല്ല ഇടുക്കിയിലൊരു സ്റ്റേ, പിന്നെ വണ്ടർലയിൽ ഒന്ന് ജോലി അടിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും കൂടി പോവാണ് കേട്ടോ. അപ്പൊ 4 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു. 4 മണി കഴിഞ്ഞ് 5 മണി ആവാനായി. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, സുട്ടുമണിനെ ബാർബർ പറ്റിച്ചു. തിരിഞ്ഞ പാവടാ. പോക്ക് പോയപ്പോ തന്നെ ഹലോ നമ്മളെങ്ങടെ പോണേ? വള്ളത്തിക്ക്. ചീച്ചാത്ത പോയതാ. ഞാൻ അങ്ങോട്ട് പോവാ ക്യാമറ ആയിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ക്യാമറകൾ തമ്മിൽ 2 ദിവസത്തെ ട്രിപ്പ് പോവാണ്. 3 ദിവസമൊന്നുമില്ല, 2 ദിവസം തള്ളല്ലടോ. 4 ദിവസം 4 ദിവസം മേ കൊതുടി കുട്ടിന്റെ മുഖത്ത്. ഓക്കെടാ, ബൈ ഗായ്സ്, സീ യു. അപ്പൊ ഗൈസ്, നമ്മള് വണ്ടർല ട്രിപ്പിലാണ്. വണ്ടർലയിൽ മാത്രമല്ല, വണ്ടർലയിൽ പിന്നെ നേരെ ഇടുക്കിയിൽ നല്ല കിട്ടില്ല റിസോർട്ടില്. ഗ്രീൻബർഗ് റിസോർട്ട്. ഗ്രീൻബർഗ്. ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ അതിന്റെ ഓരോ കാഴ്ചകളും പിന്നെന്താ പറയാ. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. സോ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ടാറ്റാ. പോകുന്നതിന് മുന്നേ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇന്നലെ കണ്ടില്ല ന്യൂസ് കുറഞ്ഞു. എണ്ണക്കൊക്കെ എന്തൊരു വില കൂടുന്നത്. UDF സർക്കാർ ഭരണത്തിൽ വന്നിട്ട് കാണുമ്പോ ചേർത്താൻ പോ ഞങ്ങള്. ദിൽഫാൻസൊക്കെ ഉറങ്ങി. പറഞ്ഞോ ഷാനുനെ ഫ്രീ കളറാണ് കാണിച്ചോട്ടെ. അപ്പൊ നമ്മള് പട്ടാമ്പി സൈഡാണ്. നല്ല രസമുള്ള സ്ഥലം കണ്ടപ്പോ നല്ല സ്ഥിതിയാണ്. ഇവിടെ ഇതാണ് അവസ്ഥ. വണ്ടി കയറിയാല് ഉറങ്ങ 2:30. ഒന്ന് മുമ്പിലോ ഒന്ന് ബാക്കിലോ. ഡോറടിച്ചാളെ. നല്ല രസമുള്ളതല്ല കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി വലിയ ചായ അല്ല, ചെറിയ ചായ കുടിക്കാൻ ഒരു രാവിലെ ആയപ്പോഴേ ചായ, നല്ല മഴ, നല്ല ക്ലൈമറ്റ്. ഇവിടെ കാക്കാപ്പള്ളി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? ഇത് കാക്കാപ്പള്ളി മുറിയല്ല, കാക്കാപ്പള്ളി. പക്ഷെ സംഭവം നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി നമ്മളിപ്പോ ഇവിടെ എത്തി. തൃശ്ശൂര് എത്തി. ഇനി നമ്മള് ഹൈവേ കയറൂലക്ക. ഹൈവേയിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി ഹൈവേ ഒറ്റ കൊടുത്ത് മുടിച്ചാൽ നമ്മള് നേരെ വണ്ടർലയിലെത്തും. അപ്പൊ ഇനി നമുക്ക് വണ്ടർലയിൽ എത്തിയിട്ട് കാണാം. ഞാൻ കിടന്നുറങ്ങിയിട്ട് എന്റെ കോലൊക്കെ അനുസരിച്ച് പിന്നെ കല്യാണത്തിന് പോകണ മാതിരി ഫോർമലൊക്കെ വന്നിങ്ങനെ ഷൂവും കാര്യങ്ങളൊക്കെ. താങ്ക് യു. ഇനി നമ്മൾ നേരെ വണ്ടർലയിലേക്ക്. അല്ല, ഒരു ചായയും കൂടി കുടിച്ചണം. നമ്മൾ കാൽച്ചായ കുടിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാ 2 കണ്ണൂരപ്പോ ബില്ലെന്നപ്പോ 10,600 ആദ്യമായിട്ട് തിന്നാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കണ്ണൂരപ്പോ. ഇടുക്കി പോയിട്ട് അവിടെ നല്ല തണുപ്പാവും. ഉണ്ട് പച്ചക്കറി ചാടികളോ ആട് നോക്കിയ ആട്. ഹലോ ഗൈസ്,
മദനക്ക് അപ്പോ നമ്മള് ഫുഡ് കഴിച്ചു. ആലുവയിൽ എത്തി. എല്ലാരും ഉണ്ട്. ഇവിടെ ഹലോ ഗൈസ് എന്താ ക്ലൈമറ്റ്? കൊച്ചിയിൽ എന്താ ക്ലൈമറ്റ്? അങ്ങനെ നമ്മൾ വണ്ടർലയിൽ എത്തി ഗൈസ്. അടുത്തണിക്കാം നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് നമ്മള് ഡ്രസ്സ് മാറ്റി കാറിനുള്ളിൽ തന്നെ കേട്ടോ മാറ്റിയത്. കൂളിംഗ് ഉള്ളതുകൊണ്ട് പുറത്തേക്ക് കാണൂല. ഡ്രസ്സ് മാറ്റി ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ പോവാണെങ്കിൽ തിരക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പോയി നോക്കാം. പെരുമായ വെയ്യുണ്ട്. കുറച്ച് ഷോട്ടൊക്കെ ഞാൻ ആഡ് ചെയ്യാം. മറ കെട്ടിയിട്ടുണ്ട് ഗൈസ്. മറ അല്ല കിട്ടൂല. അല്ല സഫാൻ എന്ത് ചെയ്യും? അവിടേക്ക് പോവല്ലേ? നമുക്ക് ടാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ ഗായ്സ് അങ്ങനെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടർലൊക്കെ ഒരു കഥയിനു. അതിന്റെ ഇടയിൽ തീരെ വയ്യാതായി ഓടിപ്പോവാൻ നടന്നിട്ട് ഇവിടെ ഒരാൾക്ക് മുട്ടിന്റെ അടിയൊക്കെ ഫുൾ പെയിന്. വ്ളോഗിന്റെ ഒക്കെ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ഫൈനലി നമ്മള് വ്ളോഗിന്റെ കാര്യം എല്ലാരും മറന്നുപോയി. പിന്നെ നമ്മളിപ്പോ ഇടുക്കിയുള്ള ഗ്രീൻബർഗ് റിസോർട്ട് അല്ലേ? ഗ്രീൻബർഗ് റിസോർട്ട്. ഒരു അടിപൊളി റിസോർട്ട്. വ്യൂ, അടിപൊളി വ്യൂ. എന്താ പറയാ, കൊറേ സ്ഥലത്തിൽ പരന്നെടുക്കണ ഒരു എത്രയോ ഏക്കർ കണക്ക് സ്ഥലത്ത് പരന്നെടുക്കുന്ന റിസോർട്ടാണ്. ബാബുലക്കാട് ഞങ്ങള് കാട്ടിത്തരാട്ടോ. എല്ലാരും ഉണ്ട് ഇവിടെ. ബേബി എന്താണ് റിസോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്? റിസോർട്ട് അത് സെറ്റായിട്ട് ഞങ്ങൾ തിമിർക്കാൻ പോകുന്നു. യെസ്. ഹലോ ഹലോ. നമ്മള് റിസോർട്ടിലെത്തി. നമ്മളെന്തിനാ പോണ്ട്? പ്രശസ്ത വ്ളോഗറും അയ്യോ ക്യാമറ തിരിക്കി. ഗ്രീൻബർഗ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഫുഡ് ഉണ്ട്. നമുക്ക് കാട്ടി കൊടുക്കാം. ഫുഡ് കേട്ടോ ഗൈസ്, എല്ലാതും ഉണ്ട് കേട്ടോ. അച്ചിങ്ങോട്ടൊക്കെ എങ്ങനെയുണ്ട്? അതെ, എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളിയല്ലേ ഗൈസ്? നമുക്ക് ഇനി ഇവിടെ എടുക്കാം. മമ്മിയൊക്കെ നല്ല തട്ടലാണ്. ഹലോ പലതരം ഫുഡ്. ഹലോ, ഇന്നതാണ് ഈ രാത്രി കാലം. ചപ്പട്ട ഇത് കൊടുത്തോക്കടി. ഇത് ടേസ്റ്റ് ഉണ്ടാവും. ചൂടാ. ഇതിന് ക്ലൈമറ്റ് ആദ്യം നമ്മള് വന്നപ്പോഴൊക്കെ അവിടെയൊക്കെ ഒരു മലയിനു, അതൊക്കെ കണ്ടിനു. ഇപ്പൊ ഒന്നും കാണില്ല. ഞാൻ ചോദിക്കട്ടെ, എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ റിസോർട്ട് പോയിക്കില്ല? ഇല്ലല്ല, അടിപൊളി. ഇതാണ് റിസോർട്ട്. ബാക്കിയുള്ള റിസോർട്ട്. എടാ പറഞ്ഞില്ല ഞാൻ. ചത്ത് കടന്നാലും ചമ്മന്നെ കിടക്കുന്നുള്ളു പറഞ്ഞുകൊണ്ട് ഫെബിനെ തൂറി അവതരിപ്പിക്കുന്ന ഇങ്ങോട്ട് നോക്കേ, ഇതിലേക്ക് നോക്കേ. എങ്ങനെയുണ്ട്? സൂപ്പറാ? സൂപ്പറാ? സൂപ്പറാണോ? ചായ കുച്ചോ? മാറിന്നാ
വെറുതെ അല്ല ഇവളുടെ പേര് ഫെമിന തൂറി എന്ന് ഞാൻ വിളിക്കുന്നത്. കുളിച്ചില്ലെങ്കിലും മേക്കപ്പും പൗഡറും പല്ലൊന്നും തേച്ചിട്ടില്ല. നമ്മള് ട്രക്കിങ്ങിന് പോവാണ്. അപ്പൊ അതിന് മുന്നേ ട്രക്കിങ് നടന്നോണ്ട്. ചായ കുച്ചോ? എന്ത് കുച്ചത്? കുച്ചോ? അതെന്താ സാധനം? ലിയോ എങ്ങനെയുണ്ട് നമ്മളെ റിസോർട്ട്? സൂപ്പർ. ജെനുവിൻ റിവ്യൂ. നമ്മൾ ഓരോരുത്തർക്ക് പോകണ്ടിട്ട് പോലെ നമ്മളെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ പോയി ഒന്ന് ഫ്രഷ് ആയി. പല്ലച്ചില്ലെങ്കിലും മേക്കപ്പ് പല്ലൊക്കെ തേച്ചു. എവിടുന്ന് ഒരു ദിവസം പല്ലേച്ചില്ലാച്ചിട്ട് പല്ല് തേഞ്ഞൊന്നുമില്ല. അപ്പോ നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ്. ഇതില്ലേ 12th Man ഷൂട്ട് ചെയ്ത റിസോർട്ടാട്ടോ. പാമോ നടന്നിട്ടാ പോണേ? നടന്നിട്ടാണ് ഞാനില്ല കേട്ടോ. നിങ്ങള് പോയി വരുമോ? കാരണം എനിക്ക് വയ്യാട്ടോ. ഇതെന്തമ്മാ സാധാരണ ദിലുവാണ് ഇങ്ങനെ ഒരുങ്ങല്. ദിലു അറിയിക്കില്ല. ലിപ്സ്റ്റിക്കില്ല കടുവശില്ല ഒന്നുമില്ല. തരില്ല. ആക്ച്വലി ഗൈസ് നമുക്ക് ഇവിടുന്ന് മൽബറി ഒക്കെ കിട്ടിട്ടോ. എങ്ങനെയാണ് ഉണ്ടാവാ? തിന്നോക്കാ കിറങ്ങുണ്ടോക്കാലോ നമുക്ക്. പൊന്നാറ് സപ്പോട്ട് പോലെ വെസ്റ്റിന്റെ കാലിട്ടതേ എനിക്ക് ഇഷ്ടമാണ്. അട്ട ഗായ്സ് അട്ട സപ്പൂട്ടിന്റെ കാൽമൊക്കെ അട്ട. മേ അത് ടൗസറിന്റെ ഉള്ളിൽ പോട്ടോ. ടൗസറിന്റെ ഉള്ളിൽ പോട്ടോ. മേക്ക് പേടിണ്ടിക്കാ. ടൗസോട്ടല്ല, സെക്കൻഡ് റിസോർട്ട് അല്ലേ? അതെ, നമ്മളുടെ സെക്കൻഡ് ട്രിപ്പാണ്. നമ്മൾ ഇതുവരെ ഹണിമൂണൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലേനു. കാരണം എന്താ വെച്ചാല് ഓരോ വർക്ക് കാര്യങ്ങള് നമ്മള് കല്യാണത്തിന് മുന്നേ പെട്ടെന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ബിസി ആയി പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പരിപാടി, വർക്ക് കാര്യങ്ങള്. പിന്നെ അതിന്റെ ഇടയിൽ നോമ്പ് വന്നു, പെരുന്നാൾ വന്നു, ഇപ്പൊ 2ാമത്തെ പെരുന്നാൾ വന്നു. അപ്പൊ നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ കറക്റ്റ് ടൈം കിട്ടിയിട്ടില്ല. നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതാണ് ഒന്നാമത്, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അതിന് മുന്നേ ഇങ്ങനെ ചെറുങ്ങനെ ട്രിപ്പിനൊക്കെ പോയി. അപ്പൊ ഞമ്മളിപ്പോ ഈ മത്തങ്ങ മോറ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്ലക്കി വിട്ടേക്കാണ്. എന്നിട്ട് ഇവിടെ വന്ന് കാണും പോങ്ക അതിന്റെ ബാർബർ ഇതാക്കി ഇറങ്ങാണ്ട് ആണേ പോത്ത് വെക്കണ ഒരു കുളം കേട്ടോ. ബാർബർ പ്ലക്കി വിട്ടു ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ മല കയറാൻ പോവാണ് കേട്ടോ. ഫുള്ളാവാനൊന്നും നിങ്ങൾക്കറിയില്ല. എന്നാലും തന്നെ കാലുവേദന എടുത്തിട്ട് ആകെ പണ്ടാറടങ്ങി ആകെ സീനായതാണ്. മരുന്ന് വാങ്ങി കുടിച്ചിട്ടാണ് കുറഞ്ഞത്. അയ്യോ അമ്മ എന്നോട് പോണ്ടാ പറഞ്ഞാണ്. പിന്നെ അൻഷി അയ്യോ പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ പോന്നു. കാലുവേദന എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഇപ്പൊ തന്നെ കയ്യാതായിക്കോണു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കേറി നോക്കാം. ഫെബിയോലും ഒക്കെ മുന്നിൽ. ഇക്ക അവിടെ എന്തോ ഉണ്ട് കാലിന്റെ അവിടെ. അല്ല വലിയ നടന്നിട്ടൊന്നും എത്തണില്ല. ചക്ക മരത്തേച്ച് നടന്നിട്ട് തള്ളച്ചി സപ്പോട്ട് ആത്മാർത്ഥായി പണിയെടുക്കുന്നുണ്ട് ട്ടാ. പാവടാ കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂന്നൊക്കെ. അവിടെ താമസിക്കുന്നുണ്ട്. അവനക്ക് നെസ്റ്റ് അടിച്ചു. നെസ്റ്റു പണ്ട് പ്രാമം തുടങ്ങിയത് ഈ മലമ്പന്നാണല്ലോ ബാബു. പാവടാ ലാസ്റ്റ് ആ പെണ്ണ് ബാബുവിനെ തേച്ചൊട്ടിച്ചു. തൂക്കി നോക്കിയപ്പോ 69 ഗൈസ്. ഇനി നാട്ടിലെത്തുമ്പോക്കിന് ഒരു 3 കിലോ കുറയും.
ദിലുവാണെങ്കിൽ 150. ദിലു അവിടെ ചെന്നിട്ടേ വണ്ടർലി ചെന്നപ്പോ ദിലുവിനോടേ 100 മേലുള്ളവർക്ക് ഈ റൈഡിൽ കയറാൻ പറ്റില്ല. ദിലു എല്ലാം എല്ലാം വലിഞ്ഞു. കാരണം എന്താ, ദിലുക്ക് 150 കിലോ ഉണ്ട്. 69 ഇല്ല, 64 ഉള്ളൂ. 62 ഉള്ളുക്കാ. 62 ഉള്ളു ശരിക്കും. ഞാൻ ഇന്നലെ അവിടെ നിന്ന് നോക്കി അങ്ങ് മാറിയതാണ്. 62. അൻഷി എത്ര? 59. ഓ ഇന്റെ മാപ്പിളക്കാരി 3. ആ കിളിയാണ്ട് പോയിനിപ്പോ, കിളി മന്ദാരെ. അപ്പൊ സത്യം പറഞ്ഞിട്ട് ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു പാറമ വന്ന് കുത്തിറക്കണ്ടേ. ഡോ മനുഷ്യ അങ്ങോട്ട് പോരടോ. ഇവിടെ ചപ്പട്ട കിട്ടുട്ടാ. അൻഷി ബേബി എന്താണ് പറയാനുള്ളത്? നല്ലൊരു വ്യൂ അല്ലേ? നല്ല കോട ഉണ്ടായതുകൊണ്ട് അടിപൊളിയാണ്. ആ കോട ആ കോട കാരണം കാണിച്ചു കൊടുക്ക്. നമുക്ക് ഇത് ഫോണിൽ അത്ര കിട്ടൂല. അതാ ഈ ഭാഗം മുതൽ ആ ഭാഗം വരെ കോടയാണ് കേട്ടോ. അപ്പൊ മലന്റെ മേലെ എങ്ങനെയുണ്ട്? ഓ അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലന്റെ മേലേക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ നമ്മൾ മലന്റെ മേലെയാണ് കേട്ടോ ഗായ്സ് നിക്കുന്നത്. ഇക്ക വീട്ടു അങ്ങോട്ട് പോരിട്ടോ. ബേബി ഇങ്ങോട്ട് പോടി. അമ്മ എനിക്ക് പേടിയാ. ഇങ്ങോട്ട് പാ, ഇങ്ങോട്ട് പാ, ഇങ്ങോട്ട് പാ, ഇങ്ങോട്ട് പാ. അൻഷി ഇങ്ങോട്ട് പാ. ഇവിടെ വാ, ഇവിടെ വാ. ഇതിലൊന്ന് പൊടിച്ചു കൊടുത്താടി. അതെ ഒരു നിമിഷം മതിട്ടോ തിരുവ മാഞ്ഞാള. പിന്നെ അയിമാണ്ട് തീരണ്ടിയരൊക്കെ. അതോ കൂടി ഒന്ന് കാല് തെറ്റ നിലത്തെടുക്കോ. ഇവിടുന്ന് വെക്കണേ കാണുള്ളൂ, അടിക്കത്തിനെ കാണൂല. ഫുള്ള് കോടയാണ്. അങ്ങനെ എടുക്കാ. എന്തോരായിട്ടില്ലല്ലോ നമ്മള്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ വെച്ചാ പേടി. ഒരു മരപ്പ് നമ്മള് പോവാണ് കേട്ടോ. മല ഇറങ്ങി കഴിഞ്ഞു, മല കേറി കഴിഞ്ഞു. ഇനി പോട്ടെ. അൻഷി ഒരു ഓളത്തിന് ആ പറമ്പ പോയിന്ന്. പിന്നെ ഈ പാറ, ആ പാറ അതിന്റെ അപ്പുറത്തേക്ക് കൊക്കയാണ് നോക്കി. അപ്പൊ ഞാൻ കണ്ട കാഴ്ച. അപ്പോ ഹലോ ഗൈസ്, നമ്മള് ഇന്നലെ വണ്ടർലി പോയി. ഇന്നതാ ഇടുക്കിയിലുള്ള ഇടുക്കി കുളമാവ് ഗ്രീൻബർഗ് റിസോർട്ടില് നമ്മളതുപോലെ പ്രോപ്പർട്ടിയിലുള്ള ഏകദേശം ഒരു ട്രക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ കേറിയതാണ്. ഒരു രക്ഷയില്ല. ഞങ്ങളെ ലൈഫിലെ എന്റെ ലൈഫിലെ ഫസ്റ്റ് ട്രക്കിംഗ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. ഞാൻ എടുത്ത്, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രക്കിംഗ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സുകളൊപ്പം അങ്ങനെ പോകും. നമ്മളെ കൊണ്ടുപോല ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഉള്ളത് ഞാന് ഊട്ടിയില് ഏതോ ഒരു ഇതില കണ്ടത്. പക്ഷെ ഇവിടെ സമയം 11 മണി ആവാനായിട്ട്. എന്നിട്ട് ഇവിടുത്തെ ഒരു കോട ഉണ്ടല്ലോ. ബാക്കിൽ കണ്ട് മൊത്തം കോടയാണ്. ഈ കല്ലിന്റെ ബാക്കിൽ ഒരു കാഴ്ചയാണ്. ഞാൻ ഒരു രക്ഷയില്ല. ഇനി നമ്മളിതാ മല കയറി ഇറങ്ങാൻ നിക്കട്ടോ. കേറി നമ്മള് മലന്റെ മേലെ ഇപ്പൊ ഉള്ളത്. എനിക്കൊന്ന് കാലോണ്ട് വെയ്യ, എന്നാലും ഞാൻ കുത്തിപ്പിടിച്ച് കേറി. ആ മുതലായി, അടിപൊളിയായി. അമ്മ ഇങ്ങോട്ട് പറഞ്ഞു കേറണ്ട, എനിക്ക് കാലിന് വയ്യാത്തല്ലേന്ന്. പക്ഷെ കാണണം എന്ന് വിചാരിച്ച അൻഷി പിടിച്ചു വലിച്ച് കയറ്റി. ഇനി ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങട്ടെ. ഒരൊട്ടെങ്കിലും ഇങ്ങോട്ട് വരണം. അതെ, ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സീസണിൽ വന്നിട്ട് കാര്യമുള്ളൂ, അല്ലാതെ വന്നിട്ട് കാര്യമില്ല. അതെ, ഇടുക്കിയില് കുളമാവ് ഗ്രീൻബർഗ് റിസോർട്ട് കേട്ടോ. നല്ലൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഇനിയിപ്പോ ഫുഡ് ആയിക്കോട്ടെ. നല്ലൊരു ആംബിയൻസ്. റൂം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഫുഡ് കാരണം നമ്മളെ റൂം നമ്മള് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ റൂം അറേഞ്ച് ആവുകയുള്ളൂ. ഫുഡും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. വലിയ മെനു തന്നെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും നമ്മള് കൊറേ റിസോർട്ട് പോയിക്കണേ. ആദ്യമായിട്ട് കൊറേ കാണാത്ത ഐറ്റംസ് ഒക്കെ കാണാൻ കിട്ടി. അതെ, ആ മനുഷ്യക്കെ നല്ല വെട്ടിലെത്തി. ലൈഫില് കൊറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഫുഡ് കഴിച്ചത്. അപ്പൊ ഇനി ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. അപ്പൊ ബാക്കി വീഡിയോ പയ്യെ കാണാം ഗൈസ്. യെസ്.